ഇന്ന് നമ്മൾ ഒരു കൊണ്ടാട്ടം അച്ചാറായിട്ടാണ് വന്നിട്ടുള്ളത്. കൊണ്ടാട്ട മുളക് കൊണ്ടുള്ള ഒരു അച്ചാർ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാന് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ നമ്മുടെ നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലാണല്ലോ നമുക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്ക് ഈ കൊണ്ടാട്ട മുളക് ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ വേറെ വഴറ്റി എടുക്കാന്നുള്ളത് കൊണ്ട് ഇനി അത്രയും ഓയിൽ തന്നെ ഇരുന്നോട്ട്, അത് മാറ്റമൊന്നും വേണ്ട. ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു 6 വലിയ വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടുള്ളതും ഒരു 2-3 ഞാനിവിടെ ചീനമുളകാണ് എടുത്തുള്ളത് കേട്ടോ. നല്ല എരിവുള്ള നമ്മുടെ നാടൻ മുളക്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മുരിക്കണ പോലെ മുരിഞ്ഞ് വരില്ല, ആ ഒരു അതുവരെ നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമ്മളിതിലേക്ക് ഒരു സവോള നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുകയും വേണ്ടോ. ആ സമയത്ത് നമ്മളതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതാണ് ഞാൻ 3/4 ടീസ്പൂണിൽ നിർത്തിയില്ല കേട്ടോ. കാശ്മീരി ചില്ലി ആണെങ്കിൽ 1.5 ടീസ്പൂൺ എടുക്കാം കേട്ടോ. ഇനി ഒരു തണ്ട് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിനി അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിരുന്നു, അതൊന്ന് കട്ടിയോടെ പിഴിഞ്ഞെടുത്തിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിള സമയത്ത് നമുക്കിതിലേക്ക് ഒരു ശർക്കരയുടെ പകുതി ഒന്ന് കഴുകി ചതച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിത്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിള സമയത്ത് നമുക്കിതിലേക്ക് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മളിതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കൊണ്ടാട്ടമുളകിൽ തന്നെ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അപ്പോൾ ആ ഉപ്പ് ഇതിലേക്ക് ഇറങ്ങി വരും, അതന്നെ സെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ പുളിയിഞ്ചിയുടെ ഒക്കെ ഒരു പരുവത്തിൽ നല്ല തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം 1/4 മുതൽ 1/2 ടീസ്പൂൺ വരയ്ക്ക് കായം പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ. പ്രത്യേകിച്ച് ഓണത്തിന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഇത് മാത്രം മതി ഒരു പര ചോറുണ്ണാനൊന്നും അറിയില്ല, അത്തരം ഒരു റെസിപ്പിയാണ്.